പ്രിയങ്കരിയായി പ്രിയങ്ക, ഇത് ഗാന്ധി കുടുംബത്തിൻ്റെ മടങ്ങിവരവ്. അങ്ങനെ ആ ചോദ്യത്തിനും ഉത്തരമായി. വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഗോതയിൽ ആരിറങ്ങും എന്ന ചോദ്യത്തിന് ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരി വയനാട്ടിലേക്ക് വരികയാണ്. അറിവും അഴകും ഗാംഭീര്യവും ഒത്തുചേർന്ന നേതാവാണ് പ്രിയങ്ക. കോട്ടൺ സാരി ഉടുത്ത് ബോബ് ചെയ്ത മുടിയുമായി മുന്നിൽ വന്നു നിന്നാൽ ഇന്ദിരാഗാന്ധിയെ അനുസ്മരിപ്പിക്കുന്ന ഭാവം. സിമ്പിൾ കോട്ടൺ സാരിയിൽ പൊടിക്കമ്മലിന്റെ മാത്രം ആഡംബരത്തിലും സ്റ്റൈലിഷ്. മുത്തശ്ശിയും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയുടെ നിശ്ചയദാർഢ്യവും മുഖഛായയും അമ്മ സോണിയാഗാന്ധിയുടെ പ്രസരിപ്പുമാണ് പ്രിയങ്കയെ വേറിട്ട് നിർത്തുന്നത്. സങ്കടത്തിന്റെ അലയാഴിയിൽ ഉലയാത്ത ആഹ്ലാദത്തിന്റെ പൂരപ്പറമ്പിൽ ആർപ്പ് വിളിക്കുന്ന ഊർജ്ജസ്വല. പിതാവ് രാജീവ് ഗാന്ധിയുടെ സംസ്കാര ചടങ്ങുകളിൽ വീട്ടുകാരെ ചേർത്ത് പിടിച്ചതും സ്റ്റേഡിയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം കണ്ടിരിക്കെ തുള്ളിച്ചാട്ടിയതും ഒരേ പ്രിയങ്കയായിരുന്നു. ജനക്കൂട്ടങ്ങളെ ആകർഷിക്കുകയും അനായാസമായി സംവദിക്കുകയും ചെയ്യുന്ന ഗാന്ധി കുടുംബത്തിലെ സ്വാഭാവിക രാഷ്ട്രീയക്കാരിയാണ് പ്രിയങ്ക. കോൺഗ്രസ് കാത്തുസൂക്ഷിച്ച റാണി തുറുപ്പ് ചീട്ട്. സോണിയയുടെ പകരക്കാരിയായി റായ്ബറേലിയിൽ മത്സരിച്ച് ലോക്സഭയിലെത്തുമെന്ന നേരത്തെയുള്ള കണക്കുകൂട്ടലുകൾ തെറ്റിച്ചാണ് സർപ്രൈസ് താരമായി പ്രിയങ്ക വയനാട്ടിലെത്തുന്നത്. പ്രിയങ്കയെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച യോഗത്തിന് ശേഷം AICC അധ്യക്ഷൻ ഖാർഗെ പറഞ്ഞത് ഇപ്രകാരമാണ്: ഹസ്രത്തിൽ പ്രിയങ്ക പറഞ്ഞ മുദ്രാവാക്യം ഓർക്കുന്നു, ഞാൻ പെൺകുട്ടിയാണ്, പോരാടാൻ പോവുകയാണ്. അങ്ങനെ ആ പോരാട്ടത്തിനൊരുങ്ങുന്ന പെൺകുട്ടിക്ക് എല്ലാ ഭാവങ്ങളും. രാഹുലിൻ്റെ സീറ്റിൽ പ്രിയങ്കയും വിജയം നേടും. അങ്ങനെ ഒന്നിനു പുറകെ മറ്റൊരു തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുകയാണ് വയനാട്. രാഹുലിന്റെ പകരം പ്രിയങ്ക എത്തുമ്പോൾ ഭൂരിപക്ഷം എത്ര ഉയരുമെന്നത് മാത്രമാണ് പ്രധാന ചർച്ച. പ്രിയങ്ക മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ വയനാടിന് ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമെന്ന പുതിയ വിശേഷണം കൂടി ലഭിക്കും. അതോടൊപ്പം കുടുംബവാഴ്ച എന്ന വിമർശനവും എതിരാളികളിൽ നിന്ന് ഉണ്ടാകും എന്നതും ഉറപ്പാണ്. 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവതരിപ്പിച്ച ഏറ്റവും വലിയ സർപ്രൈസ് ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം. അന്ന് അമ്പരുന്നത് കേരളം മാത്രമല്ല, രാജ്യമൊന്നാകെയായിരുന്നു. വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി എന്ന പ്രചരണം രാഹുലിന്റെ വരവോടെ കോൺഗ്രസ് ഏറ്റെടുത്തു. വയനാട്ടിലേക്കുള്ള രാഹുലിന്റെ വരവ് ഒളിച്ചോട്ടമാണെന്നും BJPയെ പേടിച്ചാണെന്നും അടക്കം അന്നു മുതൽ ഇടതുപക്ഷവും BJPയും അടക്കമുള്ളവർ ആരോപണങ്ങൾ ഉയർത്തിയിട്ടും മോദിയും BJPയും മാത്രമായിരുന്നു രാഹുലിന്റെ പ്രധാന പ്രചാരണ ആയുധം. വയനാട്ടിലേക്കുള്ള രാഹുലിന്റെ വരവിനെ ട്രോളുകളായും കളിയാക്കുകളായും സാമൂഹ്യ മാധ്യമങ്ങൾ ആഘോഷിച്ചപ്പോഴും അതിനെ മൈൻഡ് ചെയ്യാതെ വിടുകയായിരുന്നു ഒന്നാം വരവിൽ രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തിയ രാഹുൽ ഗാന്ധിക്ക് അർഹമായ പരിഗണന തന്നെ 2019 വയനാട്ടുകാർ നൽകി. 4,31,770 എന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി. എന്നാൽ 5 വർഷത്തിനിപ്പുറം രണ്ടാം തവണയും രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോഴും ഒളിച്ചോട്ടക്കാരനെന്ന വിളി വീണ്ടും കേട്ടു. ഇന്ദിരാഗാന്ധിയും പിന്നീട് സോണിയാഗാന്ധിയും നിലനിർത്തിയ റായ്ബറേലി മണ്ഡലത്തിൽ ഇത്തവണ രാഹുൽ 3.9 ലക്ഷത്തിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. BJP സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗിനെയാണ് പരാജയപ്പെടുത്തിയത്. വയനാട്ടിൽ 3.64 വോട്ടിനായിരുന്നു വിജയം. അമേഠിയും കോൺഗ്രസ് തിരിച്ചു പിടിച്ചതോടെ ഒളിച്ചോട്ടക്കാരനെന്ന് വിളിച്ചവർക്ക് മുഖമടച്ച് മറുപടി നൽകി രാഹുലും കോൺഗ്രസും. വയനാട്ടിൽ ഇനി ആരെന്ന ഒറ്റ ചോദ്യമാണ് പിന്നീട് അവശേഷിച്ചത്. ഒടുവിൽ ആ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. വയനാട്ടിലേക്ക് മത്സരിക്കുവാൻ പ്രിയങ്കയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം. അങ്ങനെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എത്തുകയും ചെയ്യുന്നു. പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. അതിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് തോറ്റ K മുരളീധരന്റെ പേര് വരെ ഉണ്ടായിരുന്നു. പ്രിയങ്കയ്ക്ക് പകരം ആര് മത്സരിച്ചാലും അത് കോൺഗ്രസിന് മൊത്തത്തിൽ ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കിയാണ് പ്രിയങ്കയെ ഒടുവിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ തീരുമാനം പുറപ്പെടുവിച്ചത്. മലപ്പുറം ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലവും കോഴിക്കോട് ജില്ലയിലെ 1 മണ്ഡലവും വയനാട് ജില്ലയിലെ 3 മണ്ഡലവും ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകൃത കാലം മുതൽ കോൺഗ്രസിന്റെ കുത്തക സീറ്റാണ്. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലത്തിൽ ആദ്യം പ്രാദേശിക നേതാക്കളെ പരിഗണിക്കാമെന്ന് ചർച്ച ഉയർന്നിരുന്നുവെങ്കിലും ഇത് പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യത്തിനിടയാക്കുവാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് പ്രിയങ്കയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത്. രാഹുൽ അല്ലെങ്കിൽ പ്രിയങ്ക വേണമെന്ന ജില്ലാ നേതൃത്വവും മുസ്ലിം ലീഗ് അടക്കമുള്ളവരുടെ താല്പര്യവും പരിഗണിക്കപ്പെടുകയായിരുന്നു. രാഹുൽ വയനാട്ടുകാരെ വഞ്ചിച്ചുവെന്ന പ്രതിപക്ഷ ആരോപണത്തിനും പ്രിയങ്കയിലൂടെ മറുപടി കൊടുക്കാനായി എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നേട്ടമായി. 2004 റായ്ബറേലിയിൽ മത്സരിച്ച സോണിയാഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജറായിട്ടായിരുന്നു പ്രിയങ്കയുടെ എൻട്രി. സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സജീവമായിരുന്നു. 2017 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെ മൊത്തം രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ ഏർപ്പെട്ട സമയത്ത് അമേഠിയും റായ്ബറേലിയും അടക്കമുള്ള 10ഓളം മണ്ഡലങ്ങളുടെ പൂർണ്ണ ചുമതലക്കാരിയായിരുന്നു പ്രിയങ്ക ഗാന്ധി. 2019 സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും AICC ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഉത്തർപ്രദേശിന്റെ ചുമതലക്കാരിയായിട്ടായിരുന്നു പാർട്ടി നിയോഗിച്ചത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇത് ആദ്യം.
വയനാടിനെ സംബന്ധിച്ചും പ്രിയങ്ക പുതുമുഖമല്ലെന്നതാണ് പ്രത്യേകത. 2019 രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയപ്പോൾ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ സജീവമായിരുന്നു പ്രിയങ്ക. ഇതിനു പുറമെ രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനത്തിന് അയോഗ്യത വന്നപ്പോൾ ജനങ്ങളെ കാണുവാൻ വയനാട്ടിലെത്തിയപ്പോഴും പ്രിയങ്ക കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഒരു ജനത മുഴുവൻ രാഹുലിനും പ്രിയങ്കയ്ക്കും മുന്നിൽ അണിനിരന്നിരുന്നു. രാഹുലിനെ അയോഗ്യനാക്കിയതിന്റെ പ്രതിഷേധം കൽപ്പറ്റയിലെ തെരുവുകളിൽ ആർത്തിരമ്പുകയും ചെയ്തിരുന്നു. ഒടുവിൽ വയനാട്ടിൽ രണ്ടാം വട്ടവും രാഹുൽ മത്സരിക്കാനെത്തുമ്പോഴും ക്യാമ്പയിനുകളിൽ പ്രിയങ്ക സജീവമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കത്തിക്കേറിയ പ്രിയങ്കയ്ക്ക് അന്ന് വൻ വരവേൽപ്പാണ് വയനാട്ടുകാർ നൽകിയത്. 2 മണ്ഡലങ്ങളിലും വിജയിച്ച ശേഷം വയനാട്ടുകാരുമായി ആജീവനാന്ത ബന്ധം തുടരുമെന്നും വയനാട്ടുകാർക്ക് സന്തോഷം നൽകുന്ന തീരുമാനമെടുക്കുമെന്നും പറഞ്ഞ രാഹുൽ തന്നെ പ്രതിസന്ധി കാലത്ത് സഹായിച്ച ജനതയ്ക്ക് നൽകുന്ന ഏറ്റവും നല്ല മറുപടിയുമായി പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം. അതുപോലെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ഇടത് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് ഉറപ്പായി. ആനി രാജ തന്നെ വരുമോ എന്ന് കാത്തിരിക്കണം. വയനാടിനൊപ്പം പാലക്കാടും ചേലക്കരയും കൂടി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പ്രിയങ്ക ഫാക്ടർ തിരിച്ചടിക്കുമോ എന്ന പ്രശ്നവും LDF നേരിടുന്നുണ്ട്. മണ്ഡലത്തിൽ BJP വോട്ട് വിഹിതം കൂട്ടിയ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. അത് ആവർത്തിക്കുവാൻ ആരെ നിയോഗിക്കുമെന്നതും ഇനി അറിയാനുണ്ട്. BJPക്കായി ഒരു വനിതാ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമോ എന്ന ചർച്ചയും സജീവമാണ്. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായ വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ജനവിധി തേടുന്നതോടെ വലിയൊരു ചരിത്രത്തിന് കൂടിയാണ് വയനാട് സാക്ഷിയാകുവാൻ പോകുന്നത്. പ്രിയങ്ക വിജയിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരേ സമയം 3 പേർ പാർലമെന്റിലെത്തുന്നു എന്ന ചരിത്രമാണ് കുറിക്കപ്പെടുക. കഴിഞ്ഞ തവണത്തതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിലും പ്രിയങ്ക എത്തുമ്പോൾ അത് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.